ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ താഴത്തുള്ള വാവക്കാനെ പരിധിയിട്ട് കാണുന്നില്ല. അപ്പോൾ മേലെ പോയി നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയതാണ്. മേലെ പോയി നോക്കാം അവിടെ നിന്ന് എന്താ ചെയ്യുന്നത്. കുറേ സമയമായി കയറിയിട്ട് എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നോക്കാമല്ലോ നമുക്ക് പോയിട്ട് എന്തൊക്കെയാണ് നടന്ന് ചെയ്യുന്നത്. എന്തായിരുന്നു പണിയെടുക്കുന്നത്? വഹാവുക്ക് ഇടുന്ന എന്തോ പണിയെടുക്കുന്നുണ്ട്, എന്തോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ പരിപാടി? അടിയന്റെ വിത്തിയില് അതെല്ലാം മുളച്ച കുറെ കുട്ടികളായി അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ചെറിയ പോട്ട്സ് അതുപോലത്തെ ഇതിലെല്ലാം വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് ഇന്നലെ മേലെ വന്നിട്ടുള്ള പണിയല്ല. ഇതുപോലത്തെ പോട്ട്സ് കുറെ ഉണ്ട്, കുറച്ചൊന്നും കാണുന്നില്ല. എവിടെ പോയാൽ തൽക്കാലം ഞാനിപ്പോ ഇതെല്ലാം ചിരട്ടയിലേക്ക് മാറ്റി. മുള്ളം പന്നി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നെ? ചിരട്ടയിലാടാനാ? ഇതിപ്പോ തൽക്കാലം ചിരട്ടയിലേക്ക് മാറ്റിയാണ്. ഞാൻ പ്ലാസ്റ്റിക്കിന്റെ കുറെ ഈ ചെറിയ പോട്ട് എടുത്തു വെച്ചാൽ ഒന്നും കാണുന്നില്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് വളർന്നൊരു വകയായി. അതാ ഷെഡിന്റെ ഉള്ളിലെല്ലാം ഉണ്ടാവും. ശരിക്കും വൈദ്യ കിട്ടും. കൊറേ നോക്കിയത് കാണണ്ടേ. ഇതാണ് മേലെ വന്നിട്ടുള്ള പരിപാടി. ഇടക്കിടക്ക് മുങ്ങും. താഴ്ന്ന മുങ്ങുന്നത് ഈ മേലേക്ക് ഇതിന് വേണ്ടിയിട്ടാണല്ലേ. പണിയെടുക്കണ്ടേ? ഇതിനൊക്കെ ശരിക്കും ഒരു ടൈം കണ്ടെത്തിയിട്ട് ഇറങ്ങണം, എന്നാലേ ഇതെല്ലാം ആക്കി. പോയെ നോക്കിയിട്ട് ഇങ്ങനെ മേലേക്ക് വന്നതായിരുന്നു. അപ്പൊ ഇവിടെ ഇന്നലത്തെ പരിപാടിയെല്ലാം ഇത്. ഇന്നലെ നട്ടതല്ലേ ഇത്? ഇത് ഇന്നലെ നട്ടതാ. ഇതെല്ലാം ഇന്നലെ ചെയ്തു വെച്ചതാ. അപ്പൊ ഇത് കൊറേ ഉണ്ടല്ലോ. ഇനി ഇത് ഫുള്ളായിട്ട് ഇനി നടണ്ടേ? ഇതാണ് വഹാവുക്കാൻ്റെ പണി. ഇങ്ങനെയുള്ള ഓരോ ഇതെല്ലാം ഇങ്ങനെ മഴക്കാലത്ത് ഓരോ സ്ഥലത്തു നിന്ന് പോയപ്പോൾ കമ്പ് കൊണ്ടുവരും. അപ്പോൾ ഇതിങ്ങനെ കുത്തി വെച്ച് മുളപ്പിച്ചെടുത്ത് അതിന് വലിയ ചട്ടിയിലേക്ക് മാറ്റണം. ഇത് നമ്മളെ കടലാസ് പൂവാണ്. ഇതെല്ലാം ഇത് എത്ര കളറുണ്ട്? ഇതെത്ര കളറുണ്ട്? ഇതിപ്പോ 5 കളർ. നമ്മളെ മുളകിൻ്റെ ഇതില് മുളകെല്ലാം കഴിഞ്ഞല്ല. മറ്റോട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറിയതായിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്നുണ്ട്. വലിയ പിടുത്തൂല അല്ല. ഇപ്പൊ നല്ലോണം പിടിക്കുന്നില്ല. നമ്മളിവിടെ മേലെ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണല്ലേ. കാണാൻ നല്ല, വൈകുന്നേരം സമയം പോകാൻ നല്ല പച്ചപ്പും നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. ഇനി ഇപ്പറ്റ തീരും ഇത്. ഞാൻ വേറെ നോക്കിയാ അയ്യോ, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടാ. രാവിലെ ഞാനവിടെ മിഷീന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇപ്പല്ല ഒന്ന് ഫ്രീ ആയത്. ഡ്രാഗൺ ഫ്രൂട്ട് അല്ല. നമ്മളെ പുതിയ അതിഥി വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിൻ്റെ ഓരോ വളർച്ചയും നോക്കിക്കല ഇതിലിപ്പോൾ ഫ്രൂട്ടാകുമെന്നുള്ള
ഇൻഷാ അല്ലാ. ഇനി ഇതിൻ്റെ ഫ്രൂട്ടായിട്ടുള്ള കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. 4 തൈകളാണ് ഉള്ളതല്ലേ? ഇത് ഓൺലൈനിൽ വാങ്ങിയതല്ലേ? എങ്ങനെയുണ്ട് നോക്കാം. ഓൺലൈനിൽ വാങ്ങിയതാന്ന്. നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന്. മുളകെല്ലാം പോയി കേട്ടാ. മുളകെല്ലാം പോയല്ല. ഇതാ എല്ലാ മുളകും പോയി. ഇനിയിപ്പോൾ പച്ചമുളക് പീടികന്ന് വാങ്ങണല്ല. കുറേ കാലമായിട്ട് പച്ചമുളക് പീടികന്ന് വാങ്ങലായിരുന്നു. പച്ചമുളക് തീരുമ്പോൾ ഇവിടെ വന്നിട്ട് പറിച്ചുകൊണ്ട് വെക്കാന്ന്. എലിനെ പിടിക്കുമ്പോഴത്തേക്ക് പച്ചമുളകും തീർന്നു പോയി. ആ മത്സ്യത്തിൻ്റെ ടാങ്കാണിത്. ഇൻഷാ അല്ലാ ഒരു ദിവസം ഇതിൽ നിന്ന് മത്സ്യം പിടിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഇതിൻ്റെ നല്ല ഇളനീറുണ്ട് കേട്ടാ. പറിക്കുന്ന ഇളനീർ പറിക്കുന്ന ഇളനീർ ഇത് വേഗം ഇടുന്ന കയ്യിനെ കൊണ്ട് പറിക്കാലാ. കാണുമ്പോ വിചാരിക്കും കയ്യിനെ കൊണ്ട് പറിക്കാൻ പറ്റില്ല. ഇത് ഇളനീറിന്റെ പീരീഡ് കഴിഞ്ഞിട്ട് കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. കുറച്ച് മൂത്തായിരിക്കും അല്ലേ? അതിലുണ്ടാവും. ആ അപ്പുറത്തെ കൊലയില്ലേ അതിലുണ്ടാവും. അത് വേണം. പാലെന്നാ ഇവിടെ റോഡിന് തന്നെയല്ലേ ഇത്. ഇതിനി എത്ര മാസം ഇങ്ങനെ വെക്കും? ഇത് ഒരു പ്ലാസ്റ്റിക്കിന്റെ പോട്ട് ഇട്ടാലേ അതിലേക്ക് മാറ്റും. എന്നിട്ട് ഒരു 6 മാസം വെക്കും. ഇത് ശരിക്കും എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ചട്ടിയിലല്ല വിത്ത് പാകിയതാണ്. എന്നിട്ട് ഇങ്ങനെ ഉണ്ടായതാണ്. 2 ചട്ടിയിൽ പാകിയിട്ടുണ്ടായതാണ്. അപ്പോൾ ഒരു ചട്ടിയിലതാണ് അതിൽ ഇപ്പോൾ അവിടുന്ന് വാവുക്ക ചിരട്ടിയിലേക്ക് മാറ്റിയത്. എന്നിട്ട് ഇതും കൂടി മാറ്റണം. ഇത് നല്ല ഫ്ലവറാണ്. കുറേ ദിവസം നിൽക്കും. ഇവിടെ ഇതിൻ്റെ മദർ പ്ലാന്റ് 10-12 വർഷമായിട്ടുള്ളതാ. പക്ഷേ ഇത് ചെറിയ ഇതല്ലേ ബക്കറ്റ്. അതല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിന്റെ മേലെ ഇനിയിപ്പോ ടയറും കൂടി വരുമ്പോ ആ വെയിറ്റ് താങ്ങോ നോക്ക്. നിങ്ങൾ പറ, നിങ്ങൾ കമന്റ് പറ. കമന്റ് ഇത് എങ്ങനെയാന്ന് ഇത്ര ചെറിയ ഇതില് അത് ഒരു കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു പോകൂലേ? മറിഞ്ഞ് ഇത് വലിയ ടാങ്ക് വലിയ ഡ്രമ്മല്ല വേണ്ടത്. ഡ്രമ്മ് മുറിച്ചിട്ടല്ലേ സാധാരണ ഞാൻ കണ്ടതെല്ലാം ഡ്രമ്മ് മുറിച്ചിട്ട് അതിലാ വെച്ചിട്ടുണ്ടായത്. പക്ഷെ ഇത് ചെറുതല്ലേ. ഇതിൽ കായ് ഉണ്ടാവല് കുറയൂ. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഇതിന്റെ ഒരു നെഗറ്റീവ് ഒന്ന് പറഞ്ഞു കൊടുത്തേ വാവുക്കാക്ക്. ഞാൻ പറഞ്ഞു ഇതില് ചെയ്യാൻ. ഇതിന്റെ പിന്നെ ഡ്രമ്മിലാ സാധാരണ വെക്കേണ്ടത്. ഡ്രമ്മ് കിട്ടുന്നില്ല. ഞാൻ കണ്ണൂർ കംപ്ലീറ്റ് അന്വേഷിച്ചു. കണ്ണൂർ എവിടെയെങ്കിലും നല്ല ഡ്രം കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ആർക്കെങ്കിലും അറിയെങ്കിൽ ഇതുപോലെ ചെയ്ത്. അത് മിക്കവാറും ഒരു കാറ്റടിക്കാണ്. ചിലപ്പോ ഞാൻ ഊതിയാ മതി, എന്നാ തന്നെ അത് വീണോ. അതതിന് മേലെ കേറാൻ തുടങ്ങി. ഇനി അതിനെ വേദനിപ്പിക്കാൻ പാടില്ല. ഇനി ഇങ്ങനെ പൊരിച്ച് നട്ടുകൊണ്ടിരിക്കുമ്പോ അത് നല്ലത്. പക്ഷെ ഡ്രം കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വേരിറങ്ങുന്നതിന് മുന്നേ ഡ്രമ്മിലേക്ക് മാറ്റാം. നമുക്കിത് ഇങ്ങനെ കുറച്ചായിട്ട് വർദ്ധിപ്പിച്ചെടുക്കണം പറ്റും. പക്ഷെ ഇത് വെച്ചത് ശരിയായിട്ടില്ല കേട്ടാ. അതിനൊരു വീട് ഒരുക്കി കൊടുക്കുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള വീട് ഒരുക്കി കൊടുക്കണ്ട. ചെറിയ ഗുഡ്സ് റൂമിൽ കൊണ്ടാക്കിയിട്ട്. ഇല്ല, പൈപ്പിന്റെ നീളമെല്ലാം കണക്കാ. പക്ഷെ അതിന്റെ മേലെ ടയറും കൂടി വരുമ്പോ ആ വെയിറ്റ് താങ്ങുമെന്നാന്ന്.
ഡ്രമ്മ് കിട്ടുമെങ്കിൽ ഡ്രമ്മിലേക്ക് മാറ്റും. അതുവരെ നീ ഇവിടെ തന്നെ നിന്നോ കേട്ടാ, ഒരു പ്രശ്നമില്ല. അതിനൊരു പേടിയില്ല, അത് പറയുന്ന ഓക്കെയാണ്. ഇത് ആ ഷെഡിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഇതിനാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലേനു. ഇതിനാണെങ്കിൽ ഞാൻ സമ്മതിക്കൂലായിരുന്നു. വലിയ ഡ്രമ്മ് വാങ്ങിയിട്ട് ചെയ്യാന്നല്ല പറഞ്ഞത്. നോക്കാം ആവോ ഇല്ലേന്ന്. അതൊക്കെ ഒരു കാര്യം കാണിച്ചിരുന്നോ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ നനയുന്നല്ല മുരിങ്ങ വറുത്തത് മേലെ ഫുള്ള് എന്ത് വള്ളിയ കയറിയെന്ന് അറിയോ, ആദരവാളിന്റെ ഒറ്റയ്ക്ക് ഉണ്ട് അതിന്റെ വില. പക്ഷെ അതിന്റെ വില ഉണ്ട്, അതെങ്ങനെ പറിച്ച് ആ മുരിങ്ങന്റെ കൊമ്പല്ല മൊത്തം പൊട്ടിയല്ല, അതെങ്ങനെ പറിക്കാം. അതിന്റെ വില ഉണ്ട്, 3-4 ഉണ്ട്. നല്ല ടേസ്റ്റാണ് വറുത്താല്. എങ്ങനെ പറിക്കാം? കാറ്റിന് പൊട്ടിയിട്ടുണ്ടാവും. അത് എവിടെയില്ലേ അതിന്റെ താഴത്തെ കൊമ്പ്, ആ കൊമ്പ് ഉണങ്ങാൻ തുടങ്ങി കേട്ടോ. തനിയെ മുളച്ചിട്ട് പടർന്ന് കയറിയതാണ്. അതിൽ അവരുണ്ടോ? എടുത്തു കാണാത്ത ഓരോന്നായിട്ടുണ്ടല്ലേ. പക്ഷെ അതെങ്ങനെ പറിക്കാം? അത് മാത്രമല്ല, അത് പറിക്കേണ്ട പീരീഡ് ആയില്ലേ. കൂടുതൽ വളർത്തരുത്, മൂത്തു പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. മുളക്കും, പിന്നെ അത് ഇതുപോലെ പടർന്നു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, എല്ലാവരോടും ബൈ.